നിങ്ങളൊരു 45 കഴിഞ്ഞ പുരുഷനാണെങ്കിൽ ഒരുപക്ഷെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. ഒരുപാട് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 45 ഒരു ഏജ് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു 40-45കൾക്ക് ശേഷം പുരുഷന്മാർ റിഗ്രറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് എൻ്റെ മുന്നിലേക്ക് വരുന്ന ഒരു 85% പുരുഷന്മാർ പറയുന്ന ഒരേ കാര്യങ്ങൾ, സെയിം തിങ്സ്. അപ്പം ഞാൻ ആലോചിച്ചു, ഒരേ കാര്യങ്ങൾ ഇങ്ങനെ അവരെല്ലാവരുടെയും പ്രശ്നങ്ങളായിട്ട് പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞാനിതൊരു നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വിഷയമായി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ 20കളിലോ 30കളിലോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കിത് നേരത്തെ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റില്ലേ ഇതൊക്കെ എൻ്റെയും പ്രശ്നങ്ങളാണോ എന്ന്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഞാൻ കുറേ റിസർച്ചൊക്കെ ചെയ്ത ഒരു പോഡ്കാസ്റ്റാണിത്. അപ്പോൾ എന്തുകൊണ്ട് പോഡ്കാസ്റ്റിലേക്ക് തിരിഞ്ഞു അതും പറയണ്ടേ. ഞാൻ ഇന്ദിലേക്കാണ്, സൈക്കോളജിസ്റ്റാണ്, ഹിപ്നോതെറാപ്പിസ്റ്റാണ്. ഹീലിംഗ് ട്രീ ബൈ ഇന്ദിലേഖ എന്നൊരു ക്ലിനിക്ക് ഉണ്ട് എനിക്ക് ട്രിവാൻഡ്രത്ത്. അതുകൂടാതെ ലീല രവി ഹോസ്പിറ്റൽ വെഞ്ഞാറമൂടും വർക്ക് ചെയ്യുന്നുണ്ട്. പോഡ്കാസ്റ്റിലേക്ക് മാറിയതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. കാരണം ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിന് സിനിമയിലേക്ക് കിട്ടി. അപ്പോൾ എനിക്ക് വലിയൊരു ലാഗിങ് വന്നു. പിന്നെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിലൊക്കെ വളരെ കഷ്ടപ്പാടാണ് ഈ കേസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പം ഞാൻ ആലോചിച്ചു, ഇനി മുഖം കാണിച്ച് കുറച്ച് നാൾ ബോറടിപ്പിക്കാണ്ട് ശബ്ദം കേൾപ്പിച്ച് ബോറടിപ്പിക്കാമെന്ന്. അതുകൊണ്ട് മാത്രമാണ് പോഡ്കാസ്റ്റിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഇനി എൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ ബോറടിക്കും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു, പുരുഷൻ റിഗ്രറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വിഷയം. പുരുഷൻ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഒരു റിലേഷൻഷിപ്പിന് ഒരു എഫേർട്ട് വേണം എന്നുള്ളത് മിക്കപ്പോഴും പുരുഷന്മാർ ശ്രദ്ധിക്കാറേ ഇല്ല. മനഃപൂർവ്വമല്ല കേട്ടോ, അവർ ശ്രദ്ധിക്കണില്ല. കാരണം അവർ വിചാരിക്കുന്നതാണ്, കുട്ടിയൊക്കെ ഉണ്ടായില്ലേ, അതങ്ങ് വളർന്നോളൂ. ഭാര്യ വീട്ടിലാണെങ്കിലേ അതൊക്കെ അങ്ങ് കുഴപ്പമില്ല, അവൾ വീട്ടിലില്ലേ. വളരെ ലാഘവത്തോടെ കാണുന്ന കാര്യങ്ങളാണ് റിലേഷൻഷിപ്പ്. അതൊക്കെ അങ്ങ് ശരിയായിക്കോളും, നടന്നു പോയിക്കോളും. പലപ്പോഴും പലരും സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു രീതിയിലാണ് പറയുന്നത്. പക്ഷെ ശരിക്കും റിലേഷൻഷിപ്പിന് എഫേർട്ട് വേണം. അതായത് കോംപ്രമൈസുകൾ വേണം, സാക്രിഫൈസസ് വേണം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ഒരു റിലേഷൻഷിപ്പിന് ഉണ്ടായാൽ മാത്രമേ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് അത് ഗ്രോ ചെയ്യുള്ളൂ. നമ്മൾ എഫേർട്ട് ഇട്ടില്ല എങ്കിൽ ഒരിക്കലും അത് മീനിങ് ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് ഗ്രോ ചെയ്യില്ല എന്നുള്ളത് എൻ്റെ മുന്നിലിരിക്കുന്ന പല പുരുഷന്മാരും വന്നിട്ട് എന്നോട്, അയ്യോ മാഡം, കുറച്ചും കൂടി ഞാനൊരു എഫേർട്ട് എൻ്റെ റിലേഷൻഷിപ്പിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവരെല്ലാം എൻ്റെ കൂടെ സ്നേഹത്തോടെ ഉണ്ടായേനെയായിരുന്നു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, ആദ്യത്തെ കാര്യം, നമ്മുടെ റിലേഷൻഷിപ്പിന് നമ്മൾ വേണ്ടത്ര എഫേർട്ട് ഇടുന്നില്ല. അതായത് അത് മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി നമ്മളെ ഭാഗത്തുനിന്ന് ഒരു കഷ്ടപ്പാട് അത് പുരുഷൻ മിക്കപ്പോഴും ഇടാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് പുരുഷന്മാർ പൊതുവേ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അങ്ങനെയാണോ? നിങ്ങൾ എഫേർട്ട് വളരെ കുറച്ച് മാത്രം നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇടുന്ന ഒരാളാണോ? അതാണ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുരുഷൻ അവരുടെ ലേറ്റ് സ്റ്റേജിൽ റിഗ്രറ്റ് ചെയ്യുന്ന ഒരു നമ്പർ 1 തിങ്. ലുക്സ് ആർ ഡിസീവിങ്. ഇതാണ് പുരുഷന് മിക്കപ്പോഴും അബദ്ധം പറ്റുന്ന മറ്റൊരു ഏരിയ. അതായത് കാഴ്ചയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പല അബദ്ധങ്ങളും ചെന്ന് ചാടും. നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കാൻ മതി. ശരിക്കും കാഴ്ച കൊണ്ട് മാത്രമാണ് പലപ്പോഴും നമ്മുടെ ലൈഫിൽ പല അബദ്ധങ്ങളും പറ്റുന്നത്. പക്ഷെ ആ വ്യക്തികളെല്ലാം നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു വർഷമോ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ലുക്സ് അല്ല, ഇറ്റ്സ് എംപതി, അല്ലെങ്കിൽ ഒരാളിൻ്റെ ഡിഗ്നിറ്റി, അല്ലെങ്കിൽ ഒരാളിൻ്റെ ഓണസ്റ്റി എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളാണ് ലുക്സിനെക്കാളും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വളരെ ലേറ്റായിട്ട് മാത്രം, അതായത് പണി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യമായിട്ട് ഒരുപാട് പുരുഷന്മാർ എൻ്റെ മുന്നിൽ വന്ന് പറയാറുണ്ട്. ഇനി മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് തിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്ന കാര്യമാണ്. അതായത് ലുക്സ് പോലെ തന്നെ മണി വിൽ മേക്ക് യു ഹാപ്പി എന്നുള്ളൊരു കാര്യം, എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ്. മണി ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്. മിക്ക പുരുഷനും പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാണ്, അല്ലെങ്കിൽ മണി ഉണ്ടെങ്കിൽ എനിക്കൊരു വാല്യൂ ഉണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് വേണ്ടാന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മിക്കപ്പോഴും എൻ്റെ മുന്നിൽ വന്നിരുന്ന് വിഷമത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചു മാഡം, പക്ഷേ ഇപ്പോൾ എനിക്ക് പൈസ മാത്രമേ ഉള്ളൂ. അപ്പോൾ മണി വിൽ നെവർ ബ്രിങ് യു ഹാപ്പിനെസ്. നമുക്ക് ആവശ്യത്തിന് മതി, അതല്ലാതെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഭാര്യയും മക്കളെയും ഫാമിലിയെയും എല്ലാം മറന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ മറ്റാരും വേണ്ട, എനിക്ക് പണം മാത്രം മതി എന്ന് പറഞ്ഞ് ഓടുന്ന ചുറ്റിലും നമ്മൾക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. പക്ഷെ പിന്നീട് ലേറ്റ് ലൈഫിൽ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഈ ഒരു എമൗണ്ട് ഓഫ് മണി നമ്മൾക്ക് അധികം തന്നെയാണ് എപ്പോഴും.
പക്ഷെ അതിപ്പം നമുക്ക് മനസ്സിലാവില്ല. ആ കാശ് നമ്മുടെ ബാങ്കിൽ കിടന്നിട്ട് ചിലപ്പോൾ നമ്മൾ പോലും അത് ഉപയോഗിക്കില്ലായിരിക്കും, നമ്മൾ അടുത്ത തലമുറ ആയിരിക്കും ഉപയോഗിക്കണം. പക്ഷെ ഇതിനു വേണ്ടിയിട്ട് മറ്റുള്ളതെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് ഓടിയത് എന്നുള്ളൊരു സത്യം. സോ അതാണ് എൻ്റെ തേർഡ് പോയിന്റ്. ആൻഡ് ഇനി ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു റിലേഷൻഷിപ്പിൽ എഫേർട്ട് വേണം എന്ന് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അടുത്ത പോയിന്റ്. അതായത് നമ്മളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്ന സമയം, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. പലപ്പോഴും നമ്മളത് അക്നോളജ് ചെയ്യാറില്ല. കാരണം നമ്മൾ ജോലിക്ക് ഒരു ലൈഫ് ടൈം നമ്മൾ അല്ലെങ്കിൽ മീൻസ് ഒരു ഡേ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഓഫീസിൽ ചെലവഴിക്കുന്ന സമയവും നമ്മളുടെ ഫ്രണ്ട്സിന് ചെലവഴിക്കുന്ന സമയം എല്ലാം നമ്മൾ ഒരുപാട് കൂടുതലാണ്. കാരണം അവിടെ എൻ്റർടൈൻമെൻ്റ് ആണ്, അവിടെ ഫണ്ണാണ്, എലമെൻ്റാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ ചെലവഴിക്കുന്ന കഷ്ടപ്പാട്, നമ്മളെ വൈഫിനോട് ചെലവഴിക്കുന്ന കഷ്ടപ്പാട്, ഇത് രണ്ടും വളരെ കുറച്ച് മാത്രം നമ്മൾ പിശുക്കി കൊടുക്കുന്ന ഒരു കാര്യമാണ്. മിക്കപ്പോഴും പല കുട്ടികളും എൻ്റെ മുന്നിൽ വന്നിരുന്ന് പറയാറുണ്ട് അവരുടെ ഡാഡി ഇഷ്യൂസ് അല്ലെങ്കിൽ അവരുടെ പാരൻസ് കാരണം, അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അഭാവം മൂലം മാത്രം ഉണ്ടാവുന്ന അവരുടെ ക്യാരക്ടർ ഡിഫറൻസസ്. അപ്പോൾ അതൊരു വലിയ അപ്പം ശരിക്കും നിങ്ങളുടെ ഒരു പ്രസൻസ് കുഞ്ഞുങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? നിങ്ങളുടെ സ്നേഹത്തോടെ ഉള്ളൊരു സമീപനം. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ അച്ഛൻ എന്ന വ്യക്തിയെ കാണേണ്ടത്. ബിക്കോസ് യു ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ഹെർ ലൈഫ് ആൻഡ് ഹിസ് ലൈഫ് ഓൾസോ. അപ്പോൾ നമ്മളുടെ ഒരു പ്രസൻസ് വേണം അവർക്കെപ്പോഴും, നമ്മുടെ സ്നേഹം വേണം, നമ്മളുടെ കരുതൽ വേണം, നമ്മളുടെ പ്രൊട്ടക്ഷൻ വേണം, നമ്മുടെ അഷുറൻസ് വേണം. നിനക്ക് ഞാനുണ്ട് എന്നുള്ള അഷുറൻസ് ഉണ്ടായിരുന്നാൽ അവർ വളരെ ഹാപ്പി ആയിട്ടും മെൻ്റലി ഹെൽത്തി ആയിട്ടും വളരും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് എത്ര സമയം നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ചു. ഭാര്യയ്ക്കും കുട്ടികൾക്കും വളരെ റിഗ്രറ്റ്, ഒരുപാട് ലേറ്റായിട്ട്, ഒരുപാട് താമസിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സമയം നമ്മൾ കൊടുത്തു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നു മാഡം, ഇപ്പം ആരും എന്നെ ഒപ്പമില്ല, എൻ്റെ ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അവരോട് കുറച്ച് കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു. അതാണ് 4ാമത്തെ പോയിന്റ്. ഇനി 5th പോയിന്റ് എന്താണെന്നല്ലേ, നിങ്ങളുടെ തെറ്റുകളെ ഇന്നേ വരെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അത്രയ്ക്ക് ഈഗോ ആണോ നിങ്ങൾക്ക് ശരിക്കും? അപ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ്, മനുഷ്യരാണെങ്കിൽ തെറ്റുപറ്റും അല്ലേ? നമ്മളുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ജെനുവിൻലി സോറി നമ്മൾ നമ്മളുടെ പാർട്ട്ണറോടോ നമ്മളുടെ കുട്ടികളോടോ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്നും കാണും. അതേസമയം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം തെറ്റ് പറ്റിക്കഴിഞ്ഞാലും ഞാൻ ഒരിക്കലും അത് അഡ്മിറ്റും ചെയ്യില്ല, ഞാൻ ഡിനൈയും ചെയ്യും. ഞാനങ്ങനെയൊന്നും ചെയ്യില്ല. അതായത് എൻ്റെ ഈഗോ അത്രയ്ക്കും കൂടുതലാണ്. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക്. അത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും നേടില്ല. മിക്കപ്പോഴും പുരുഷന്മാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ്, നേരത്തെ അത് എനിക്ക് എൻ്റെ മിസ്റ്റേക്സ് ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടായേനെ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായേനെ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, മാഡം നമ്മളെല്ലാം മണ്ടികളാണെന്നാണോ ഇവർ വിചാരിക്കുന്നത്? മിക്കപ്പോഴും റിലേഷൻഷിപ്പ് തെറാപ്പിയാണ് ഞാൻ ഇരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഒരു ഭാര്യ എന്നോട് ചോദിച്ചതാണ്, ഈ പുരുഷന്മാർ വിചാരിക്കുന്നുണ്ടോ മാഡം ഈ സ്ത്രീകളെല്ലാം മണ്ടികളാണെന്ന്? അപ്പം ഞാൻ എന്ത് പറ്റി? കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര സംശയമാണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ വരുമ്പോൾ. അപ്പം അദ്ദേഹം എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു, വളരെ സ്നേഹത്തോടെ പറഞ്ഞു, ഇനി നീ കുറച്ച് സമയം നീ തന്നെ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ തന്നു. ഞാൻ നോക്കുമ്പോൾ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു? നെവർ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി മറ്റൊരു കാര്യം, നമ്മളുടെ ആരോഗ്യം മറന്നുകൊണ്ട് നമ്മൾ കിടന്ന് ഓടിത്തള്ളുകയാണ്. നമ്മൾ ഒരു 45 50 കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓരോ അസുഖങ്ങളായിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. തുടക്കത്തിലേ നമ്മളെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മളുടെ വേണ്ടാത്ത ശീലങ്ങൾ, ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കൂടി ആരോഗ്യമായിട്ടിരിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു മറ്റൊരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു കോൺവെർസേഷനിൽ എപ്പോഴും, അതായത് റിലേഷൻഷിപ്പ് തെറാപ്പിക്കകത്ത് വന്നാൽ പോലും ഞാൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ള പുരുഷൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന ഒരു കാര്യം. അതായത് ഏതൊരു കോൺവെർസേഷൻ, നമ്മളൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും അവിടെ അത്രയും ഈഗോ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഭാര്യ എൻ്റെ ഒപ്പം സംസാരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ വിശ്വാസം ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് ഞാൻ തന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കണം, അതെന്തോ വലിയൊരു കാര്യമായിട്ട്. പക്ഷെ അത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഡോമിനേറ്റ് ചെയ്ത് നിന്നു, 45 വയസ്സ് വരെ ഡോമിനേറ്റ് ചെയ്ത് നിന്നു. ഞാൻ 100% ഉറപ്പ് പറയാം, അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ കൂടെ സ്നേഹത്തോടെ ആരും ഉണ്ടാവില്ല. അതെനിക്ക് അഷുറൻസ് തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറിയിലുള്ളതാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാറ്റേണ്ട ടൈമായി കേട്ടോ.
മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 7-ാമത്തെ 8-ാമത്തെ പോയിന്റ് ആയി കേട്ടോ. അതായത് ശരിക്കും സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ കാശ്, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്നത് ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ തിങ്സ് ഞാൻ കാണിക്കുന്നത്, അതാണ് എൻ്റെ സക്സസ് എന്ന് പുരുഷൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇത് റിഗ്രറ്റ് ചെയ്യുന്നത് ഒരു 45കൾക്ക് ശേഷം. ഇതൊന്നുമല്ല എൻ്റെ സക്സസ്. എൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ, അതാണ് ശരിക്കും ഏതൊരു വ്യക്തിക്കും വേണ്ടത്. അത് തിരിച്ചറിയുമ്പോൾ ഒരുപാട് താമസം പോകും. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി കൺക്ലൂഡ് ചെയ്യണതിന് മുമ്പ് ഒരു കുഞ്ഞു പോയിന്റും കൂടി പറഞ്ഞോട്ടെ. മത്സരിക്കാനുള്ളൊരു പ്രവണത, എല്ലായിടത്തും മത്സരിക്കാൻ, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, അതിനിപ്പം ഒരു ഗ്രൂപ്പിലായിക്കോട്ടെ, ഒരു ഓഫീസിലായിക്കോട്ടെ, എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഹിസ്റ്ററി തൊട്ടേ പുരുഷനൊരു മത്സരിച്ച് മുന്നിലേക്ക് എത്താൻ വേണ്ടി, നമ്മുടെ സമൂഹവും യുദ്ധം ചെയ്ത് മുന്നിലേക്ക് എത്താൻ വേണ്ടിയൊക്കെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പറയില്ല ഒരു ജീൻ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ അത് നമ്മൾ കഴിയുന്നത് മാറ്റുകയാണെങ്കിൽ ഈ മത്സരിക്കാനുള്ളൊരു പ്രവണത സുഹൃത്തുക്കളുടെ ഇടയിലും, ഈവൻ ഭാര്യയെടുത്ത് പോലും മത്സരിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ചുറ്റിലും നിങ്ങളൊരു 50-60 വയസ്സൊക്കെ എത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങളുടെ ചുറ്റിലും നിങ്ങളെ സ്നേഹത്തോടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.